നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിഗൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുട്ട് കോൾ റേഷ്യോ PCR കുറിച്ചാണ്. ഓപ്ഷൻ ആയി എന്തെങ്കിലും ഒരു ചായ്വുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കും ഞാൻ ഓപ്ഷൻ ചെയ്യുന്നില്ല, ഞാനിത് പഠിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു PCR ഇങ്ങനെയല്ല. നിക്ഷേപകർക്കും സ്വിംഗ് ട്രേഡേഴ്സിനും ഓപ്ഷൻ ട്രേഡേഴ്സിനും എല്ലാവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് PCR. കാരണം മാർക്കറ്റിൻ്റെ ഗതി അത് നിശ്ചയിക്കാനായിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അത് ബിയറിഷാണോ ബുള്ളിഷാണോ എന്നുള്ള സെൻറ്റിമെൻറ്റ്സ് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന വലിയൊരു പ്രധാനപ്പെട്ടൊരു ടൂളാണ് PCR. PCR ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണെങ്കിൽ കൂടിയും മേൽ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റേഴ്സും ഇത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻവെസ്റ്റർ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ PCR ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മേഖലയാണ്. അതിൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഓപ്ഷനൊന്നും പഠിപ്പിക്കാനായിട്ട് പറ്റില്ല. അത് ക്ലാസ് റൂമിൽ ഇരുന്നോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം പതിയെ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ കോഴ്സുകളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൊച്ചിയിലും കോഴിക്കോടും ഓഫ്ലൈനായിട്ടും അതല്ലെങ്കിൽ ഓൺലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. സ്ഥിരമായിട്ടുള്ളൊരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇനി അതല്ല, PCRനെ കുറിച്ച് അറിയാനായിട്ടുള്ളതാണെങ്കിൽ വീഡിയോയിൽ തുടരാം. ഒരു പ്രശ്നമുണ്ട്, വീഡിയോ ലെങ്തി ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മാത്രമാണ് മേ ബി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ സ്ക്രീനിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നേരെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. PCR നമുക്ക് പഠിക്കാം. അപ്പോൾ അതിനു മുമ്പ് നിഫ്റ്റിയുടെ ലെവല് ഇപ്പോൾ 21,800 സങ്കല്പിക്കുക. അപ്പോൾ നിഫ്റ്റി നമുക്കറിയാം മുകളിലേക്ക് ഇങ്ങനെ ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്താണ് പോകുന്നത്. എങ്കിലും ഞാനിവിടെ നിഫ്റ്റിയെ വെർട്ടിക്കലായിട്ട് പ്ലോട്ട് ചെയ്തേക്കാണ്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ 21,800 എന്ന് എഴുതുകയാണ്. അപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് 21,800. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? PCR ആണ് പഠിക്കാൻ പോകുന്നത്. PCR ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം നമ്മൾ കണ്ടു, പുട്ട് കോൾ റേഷ്യോ എന്നാണ്. അപ്പോൾ എന്താണ് പുട്ട്, എന്താണ് കോൾ എന്ന് നമുക്ക് പഠിച്ചാൽ മാത്രമല്ലേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പുട്ട് കോൾ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ 2 കോൺട്രാക്റ്റുകളെയാണ് പുട്ട് കോൾ എന്ന് പറയുന്നത്. ഈ പുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ നമ്മൾ കാണാൻ ഇത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ P എന്ന് കാണാം. കോൾ എന്ന് പറയുന്നത് CE എന്നാണ് ഉണ്ടാകുക. അപ്പോൾ ഇതാണ് CE, ഇതാണ് PE. ഈ PE ആണ് പുട്ട്, CE ആണ് കോള്. അപ്പോൾ ഈ കോളും പുട്ടിൻ്റെയും അനുപാതത്തെയാണ് PCR എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ പുട്ടിൻ്റെ പുട്ട് കോൺട്രാക്റ്റ് ഡിവൈഡഡ് ബൈ കോൾ കോൺട്രാക്റ്റ് ഈസ് ഈക്വൽ ടു PCR. അപ്പോൾ PCR എന്താ? പുട്ട് കോൺട്രാക്റ്റ് ഡിവൈഡഡ് ബൈ കോൾ കോൺട്രാക്റ്റ് ആണ് PCR. ഇനി നമുക്ക് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ 21,800 എഴുതി. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ ഇപ്പോൾ നിൽപ്പ്. ഇനി ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റാണ്. ഇവിടെ കോൺട്രാക്റ്റ് സെല്ല് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് സെല്ലേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയാണ് നമ്മളിത് റീഡ് ചെയ്യേണ്ടതും. അപ്പോൾ പുട്ട് സെല്ല് ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പുട്ട് സെല്ല് ചെയ്യുക, കോള് സെല്ല് ചെയ്യുക എന്നുള്ള 2 പ്രക്രിയ മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ എന്തിനാണ് കോള് സെല്ല് ചെയ്യുന്നത്, എന്തിനാണ് പുട്ട് സെല്ല് ചെയ്യുന്നത്, ഇത് മാത്രം മനസ്സിലാക്കുക. ആളുകൾ ട്രേഡേഴ്സ് എന്തിനാണ് പുട്ട് സെല്ല് ചെയ്യുന്നത്, എന്തിനാണ് കോള് സെല്ല് ചെയ്യുന്നത്? നിഫ്റ്റി 21,800 നിൽക്കുമ്പോൾ നിഫ്റ്റി റാലി ചെയ്ത് എത്തിച്ചേരാൻ സാധ്യതയില്ല എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് ആളുകൾ കോള് സെല്ല് ചെയ്യുന്നത്. 21,800 നിൽക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ 22,500 CE സെല്ല് ചെയ്യുക. അതിനർത്ഥം 22,500 വരെ നിഫ്റ്റി റാലി ചെയ്ത് എത്തിയേക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിഫ്റ്റി 21,800 നിൽക്കുമ്പോൾ 21,000 പുട്ട് സെല്ല് ചെയ്യുക. അതിനർത്ഥം 21,000 വരെ ഇടിഞ്ഞ് നിഫ്റ്റി എത്തിയേക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ 2 പെർസ്പെക്റ്റീവാണ്. 22,500 കോള് ഒരാൾ സെല്ല് ചെയ്തു, അതിനർത്ഥം റാലി ചെയ്ത് 22,500 എത്തിയേക്കില്ല.
അതില്ലെങ്കിൽ നിഫ്റ്റി താഴെ പോവുക. രണ്ടും ഒരേ ചിന്ത തന്നെയാണ്. 21,000 പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ നിഫ്റ്റി മുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അതല്ലെങ്കിൽ ഇതുവരെ ഇടിഞ്ഞ് ഇവിടെ വരെ എത്തില്ല എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്തരം നിഫ്റ്റിയുടെ ഓരോ കോൺട്രാക്റ്റുകൾ ഓരോ 50 പോയിൻ്റ് ഇൻ്റർവെല്ലുണ്ട്. ഓരോ 50 പോയിൻ്റ് ഇൻ്റർവെല്ലുണ്ട്. ഞാനിപ്പോൾ വളരെ അകലെയുള്ള ഒരു കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ നിന്നും വളരെ അകലെയുള്ള ഒരു കോൺട്രാക്റ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എത്ര ആളുകൾ ഏതൊക്കെ കോൺട്രാക്റ്റിൽ കോള് സെല്ല് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര ആളുകൾ പുട്ട് എന്ന് പറയുന്ന കോൺട്രാക്റ്റിൽ എത്ര കൂടുതൽ ആളുകൾ സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. NSEയിലെ ഓപ്ഷൻ ചെയിൻ എടുക്കാം. NSE ഓപ്ഷൻ ചെയിൻ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ NSE ഓപ്ഷൻ ചെയിൻ എന്ന് സെർച്ച് ചെയ്യുക. NSEയുടെ സൈറ്റ് വന്നു. ഇവിടെ നിഫ്റ്റി കാണും. നിഫ്റ്റിയുടെ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ കാലാഹരണപ്പെടുന്നത് വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ ഇനി കലണ്ടർ ഓപ്പൺ ചെയ്തു 8-ാം തീയതി. ഇവിടെ കാണാം 8. ഇവിടെ നിഫ്റ്റിയുടെ ഓരോ കോൺട്രാക്റ്റുകളും കാണാൻ സാധിക്കും. നിഫ്റ്റി ഇവിടെ നിൽക്കുന്നത് 21,850 ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ആണ് ഇതിൻ്റെ പുട്ട് സെല്ല് ചെയ്ത ആളുകളുടെ എണ്ണം. റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ കോള് സെല്ല് ചെയ്ത ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മൊത്തമായിട്ട് എത്ര ആളുകൾ പുട്ട് സെല്ല് ചെയ്തിട്ടുണ്ട് എന്നിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും ബോട്ടം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് താഴേക്ക് എനിക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, ഇവിടെ ഈ ഒരു വാല്യൂ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ടോട്ടൽ കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെ, ടോട്ടൽ പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിഫ്റ്റിയുടെ പല പല റേഞ്ചുകളിൽ ഇതുവരെ ഇടിഞ്ഞ് എത്തില്ല എന്നുള്ള ചിന്തയിൽ, അങ്ങനെയുള്ള വിശ്വാസത്തിൽ പല പല കോൺട്രാക്റ്റുകളിൽ ആളുകൾ സെല്ല് ചെയ്തിട്ടുണ്ട്. അവരുടെ ടോട്ടൽ സമ്മാണ് ഏറ്റവും താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമ്മ ഈ ഒരു നേരത്തെ കാണിച്ച ആ ഒരു വാല്യൂ, ഈ ഒരു വാല്യൂ ടോട്ടൽ പുട്ട് സെല്ല് ചെയ്ത ആളുകളുടെ എണ്ണമാണ്. അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ കോൾ സെല്ല് ചെയ്ത ആളുകളുടെ എണ്ണത്തെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് എന്നാൽ പുട്ട് കോൾ റേഷ്യോ എന്താണ്? പുട്ട് കോൾ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പുട്ട് ഹരണം കോള്. ഇപ്പോൾ പുട്ട് ടോട്ടൽ 100 ആണെന്ന് വിചാരിക്കുക, പുട്ടിൻ്റെ. കോളിൻ്റെ ഒരു 80 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പുട്ട് കോൾ റേഷ്യോ എന്താണ്? 100/80. ഇതാണ് പുട്ട് കോൾ റേഷ്യോ ഉള്ളൂ. പക്ഷേ ട്രേഡേഴ്സിന് ഇതെങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുന്നത് എന്നുള്ളത് ഞാൻ നമ്മളുടെ സെൻസിബിളിൽ കാണിക്കാം. സെൻസിബിൾ എന്ന് പറയുന്നത് ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി ബിൽഡറാണ്. സെറോദ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സെൻസിബിൾ ഫ്രീ ആണ്. അതല്ലെങ്കിൽ കൂടിയും സെൻസിബിൾ മറ്റുള്ള ബ്രോക്കർ ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് സെൻസിബിൾ ഉപയോഗിക്കാം. കാരണം ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് സെൻസിബിൾ വളരെയധികം ഗുണം ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്ട്രാറ്റജീസ് നമുക്കിതിൽ ഡിപ്ലോയ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ സെറോദയിൽ ഞാൻ സെൻസിബിൾ ഓപ്പൺ ചെയ്തു. സെൻസിബിളിൽ അനലൈസിൻ്റെ അവിടെ പോവാം. അതിനുശേഷം ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിഫ്റ്റി ഞാൻ സെലക്ട് ചെയ്തു. വീക്ക്ലി സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റിയുടെ, നമ്മൾ ന്യൂസിൽ എപ്പോഴും കാണിക്കുന്നുണ്ട്, ഈ ഒരു ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഇപ്പോൾ എവിടെയാണോ നിഫ്റ്റി നിൽക്കുന്നത് ആ ഒരു പ്രൈസ് ഇവിടെ ഡോട്ടഡ് ആയിട്ട് വരും. ഇതിനൊരു പേരൊക്കെ ഉണ്ട്. ഇതിന് നമ്മൾ പറയുന്നത് അറ്റ് ദ മണി എന്നാണ്. അപ്പോൾ ഇവിടെ സെൻസിബിളിൽ ഇവിടെ ഓരോ കളർ എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. റെഡ് കളർ എന്ന് പറയുന്നത് കോള് സെല്ല് ചെയ്ത ആളുകളാണ്. ഗ്രീൻ കളർ എന്ന് പറയുന്നത് പുട്ട് സെല്ല് ചെയ്ത ആളുകളാണ്. കോള് എന്തിനാണ് ആളുകൾ സെല്ല് ചെയ്യുന്നത്? നിഫ്റ്റി റാലി ചെയ്ത് എത്തിയേക്കില്ല. ഏതുവരെ എത്തിയേക്കില്ല? ഇവിടെ ഞാൻ കർസർ വെക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ 22,000 നിഫ്റ്റി എവിടെ നിൽക്കുന്നത്? 21,850 നിഫ്റ്റി നിൽക്കുന്നത്. 22,000 വരെ എത്തിയേക്കില്ല എന്ന് ഏകദേശം 47 ലക്ഷം ആളുകൾ പറയുന്നുണ്ട്. 22,100 വരെ എത്തിക്കില്ല എന്ന് 40 ലക്ഷം ആളുകൾ പറയുന്നുണ്ട്. 22,200 വരെ എത്തിയേക്കില്ല എന്ന് 51 ലക്ഷം ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ആളുകൾ പറയുന്നത്
കുറേ ആളുകൾ പറയുന്നത് ഇവിടെ വരെ എത്തിയേക്കില്ല, കുറേ ആളുകൾ ഇവിടെ വരെ എത്തിയേക്കില്ല, കുറേ ആളുകൾ ഇവിടെ വരെ എത്തിയേക്കില്ല. നിഫ്റ്റി എവിടെയാണ് നിൽക്കുന്നത്? നിഫ്റ്റി നിൽക്കുന്നത് ഈ ഒരു ഡോട്ടറില്ല. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ ആദ്യത്തെ നമുക്ക് 1 എന്ന് വിളിക്കാം, 2 എന്ന് വിളിക്കാം, 3 എന്ന് വിളിക്കാം. ഇതിൽ ഒന്നാമൻ പറയുന്നത് നിഫ്റ്റി ഇത്രയാണ് മുകളിലേക്ക് പോകുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമനോ കുറച്ചുകൂടിയും മുകളിലേക്ക് കയറ്റി, മൂന്നാമൻ വളരെയധികം മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സേഫ്റ്റിയോടെ മാർക്കറ്റിനെ സമീപിച്ച ആരാണ്? തീർച്ചയായിട്ടും മൂന്നാമൻ പറയുന്നത് നിഫ്റ്റി റാലി ചെയ്തതേ ഇവിടെ വരെയൊക്കെ. ഞാനിപ്പോൾ വെർട്ടിക്കലായിട്ട് വരയ്ക്കലും കൂടിയും ഇതിൻ്റെ ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു റെഡ് കളറിൽ ഏത് കോൺട്രാക്റ്റാണ് അല്ലെങ്കിൽ നിഫ്റ്റി കറൻറ്റ് ലെവലിൽ നിന്ന് എത്രമാത്രം ഉയരത്തിലാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കറൻറ്റ് ലെവൽ എവിടെയാണ്? 21,850. ഇയാൾ എത്ര പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കൂട്ടർ എത്ര പറഞ്ഞിരിക്കുന്നത്? 22,200. എന്നാൽ അതിന് മുകളിൽ ആളുകളുണ്ട്. ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കർസർ നോക്കുമ്പോൾ കാണുന്നത് എത്ര? 22,300. നിങ്ങൾ കാണാൻ സ്ട്രൈക്ക് എന്ന് കാണുന്നുണ്ട്. സ്ട്രൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കോൺട്രാക്റ്റിനെയാണ്. അപ്പോൾ സ്ട്രൈക്ക് 22,300 എന്ന് പറയുന്നത് 22,300 വരെ റാലി ചെയ്ത് എത്തിയേക്കില്ല എന്ന് 31 ലക്ഷം ആളുകൾ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് 22,350 വരെ. അങ്ങനെ പോകും. അപ്പോൾ അതിനർത്ഥം എന്താ? വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആ ഒരു കറൻറ്റ് ഇത് നമ്മൾ പറയുന്നത് സ്പോട്ട് പ്രൈസിൽ നിന്നാണ്. സ്പോട്ട് പ്രൈസിൽ നിന്ന് അകലേക്ക് പോകുമ്പോഴും സേഫ്റ്റി കൂടും. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ അവരുടെ റിവാർഡ് കുറയും. പുട്ട് സൈഡിലേക്കും അതുപോലെ തന്നെ. ഇവിടെ ഞാൻ കർസർ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പുട്ട് സൈഡിൽ കർസർ വെക്കാണ്. കുറേ ആളുകൾ പറയുന്നത് ഇപ്പോൾ 21,600 വരെയാണ് ഇടിയോളൂ എന്ന്. എവിടെ നിഫ്റ്റി നിൽക്കുന്നത്? 21,850. എന്നാൽ എത്ര ആളുകൾ പറയുന്നത്? ഏകദേശം പുട്ടിൻ്റെ OI തൊട്ട് താഴെ കാണുന്നുണ്ട് 47 ലക്ഷം ആളുകൾ. എന്നാൽ 21,500 വരെ പോയേക്കാമെന്ന് 43 ലക്ഷം ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ദൂരേക്ക് പുട്ട് സെല്ല് ചെയ്യുന്ന ആളുകൾ എന്താണ്? കൂടുതൽ സേഫ്റ്റി ആഗ്രഹിക്കുന്ന പേടിയുള്ള ആളുകളാണ്. ഇതുവരെയൊക്കെ മാർക്കറ്റ് പോയാലോ? ഇതും പേടിയുള്ള ആളുകളാണ് അകലെയുള്ളത്. അപ്പോൾ പുട്ട് കോൾ റേഷ്യോ എന്ന് പറയുന്നത് കോള് സെല്ല് ചെയ്ത ആളുകൾ പുട്ട് സെല്ല് ചെയ്ത ആളുകളുടെ അനുപാതമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശാന്തമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ആളുകൾ പുട്ട് കോൺട്രാക്റ്റുകൾ സെല്ല് ചെയ്യുക. അതിനർത്ഥം എന്താണ്? മാർക്കറ്റ് അതിനർത്ഥം ഇവിടെ വരെ പോയേക്കില്ല എന്ന്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ചെറിയ വാല്യൂയിലേക്ക് മാറ്റാം. മാർക്കറ്റ് 21,850 നിൽക്കുമ്പോൾ 1 കോടി ആളുകൾ പറയാണ് 21,750 വരെ പോയേക്കില്ല. ഒരു 10 കോടി പറയാണ് 21,650 വരെ പോയേക്കില്ല. ഒരു 15 കോടി പറയാണ് 21,550 വരെ പോയേക്കില്ല. ഒരു 30 കോടി പറയാണ് 21,450 പോയേക്കില്ല. ഒരു 60 കോടി പറയാണ് ഇത്രയും പോയേക്കില്ല. അപ്പോൾ അതിനർത്ഥം എന്താ? അതിനർത്ഥം മാർക്കറ്റ് ഇതുവരെ ഇടിഞ്ഞേക്കില്ല എന്നാണോ? ഇതുവരെ ഇടിഞ്ഞേക്കില്ല. ഇപ്പോൾ ഇവരുടെ ടോട്ടൽ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു 50 കോടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ന് ശാന്തമായിട്ട് ചിന്തിക്കുക. അതിനർത്ഥം എന്താ? ആളുകൾ ഇടിഞ്ഞേക്കില്ല എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം 50 കോടിയാണ്. ഈ ഒരു സൈഡിൽ ഇതുവരെ ചേർന്നേക്കില്ല എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് ഒരു 40 കോടിയാണെന്ന് വിചാരിക്കുക. 40 കോടി. അപ്പോൾ ഇവിടെ എന്താണ് ഉള്ളത്? 50 കോടി ആളുകൾ പറയുന്നത് ഈ നിഫ്റ്റിയുടെ പല റേഞ്ചുകളിൽ ഇടിഞ്ഞെത്തിയേക്കില്ല എന്നും 40 കോടി ആളുകൾ പറയുന്നത് റാലി ചെയ്ത് ഇവിടെ വരെ എത്തിയേക്കില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? 50 കോടി ആളുകൾ ശുഭാപ്തി വിശ്വാസത്തോടെ പല നിഫ്റ്റി അതുവരെ എത്തിയേക്കില്ല എന്ന് പറയുമ്പോൾ 40 കോടി ആളുകൾ പറയുന്നത് റാലി ചെയ്ത് അവിടെ എത്തിയേക്കില്ല എന്നാണ്. അപ്പോൾ 50 കോടി ആളുകളാണ് നിഫ്റ്റിയിൽ ശുഭാപ്തി വിശ്വാസം, അതായത് പോസിറ്റിവിറ്റി, അതായത് ബുള്ളിഷ്നെസ് കീപ്പ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് പുട്ട് കോൾ റേഷ്യോ. പുട്ട് കോൾ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ടോട്ടൽ കോള് സെല്ല് ചെയ്ത ആളുകൾ ഇവിടെ 3.62 CR, പുട്ട് ഷോർട്ട് ചെയ്ത ആളുകൾ 3.24 CR, 2.24 CR, 3.24 CR, 3.26 CR. അപ്പോൾ ഏകദേശം ഒരു 1 കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്കാണ്. ഞാൻ കാൽക്കുലേറ്റർ എടുക്കാം. ചെറിയൊരു വാല്യൂയിലേക്ക് ഞാൻ ഇതിനെ മാറ്റാം.
ഇതത്ര സിമ്പിളല്ല കേട്ടോ. ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും സിമ്പിളാണില്ല. കാരണം ഈ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന ചില ആളുകൾ വിചാരിക്കും ഇതെന്തൊക്കെയാണ് പറയുന്നത്. കാരണം അതുകൊണ്ടാണ് നമ്മൾ പുട്ട് കോൾ റേഷ്യോ മാത്രം പറയാൻ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട്. കാരണം പുട്ട് കോൾ റേഷ്യോ പറയുമ്പോൾ കോളിനെ പറ്റിയും പുട്ടിനെ പറ്റിയും വിശദമായിട്ട് പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ മേ ബി ഇത് ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്കായിരിക്കാം കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുക. പക്ഷേ സാധാരണക്കാർ ഓപ്ഷൻ ചെയ്യാത്ത ആളും 1-2 തവണ കണ്ട മനസ്സിലാവും. അതായത് 10 നമ്മളുടെ ആകെ കോൺട്രാക്റ്റുകളുടെ എണ്ണം എന്ന് വിചാരിക്കുക, 10. അപ്പോൾ ഇതിൽ 6 ആളുകൾ പുട്ട് സെല്ല് ചെയ്തേക്കാണ്. പുട്ട് കോൾ റേഷ്യോ എന്ന് പറയുന്നത് പുട്ട് ഡിവൈഡ് ബൈ കോളാണ് കേട്ടോ. 6 ആളുകൾ പുട്ട് സെല്ല് ചെയ്തേക്കുന്നുണ്ട്. 4 ആളുകളാണ് കോൾ സെല്ല് ചെയ്തിട്ടുള്ളതെങ്കിൽ 6 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 1.5 ആണ് അല്ലേ? അപ്പോൾ 1 ആൻഡ് എബോവ് സൂചിപ്പിക്കുന്നത് കൂടുതൽ ആളുകൾ പുട്ട് സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാർക്കറ്റിൽ ബുള്ളിഷ്നെസ്സിനെ സൂചിപ്പിക്കുന്നു. ഈ കണക്ക് തന്നെ നേരെ തിരിച്ച് നമുക്കൊന്ന് നോക്കാം. 6 ആളുകളിൽ ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ 6 ആൾ പുട്ട് സെല്ല് ചെയ്തിട്ടില്ല, 4 ആളാണ് പുട്ട് സെല്ല് ചെയ്തിട്ടുള്ളത്. 6 ആളും പോളാണ് സെല്ല് ചെയ്തിട്ടുള്ളതെങ്കിൽ എങ്ങനെ വരും? 4 ഡിവൈഡ് ബൈ 6 എന്ന് വരും. അപ്പോൾ എത്രയാണ്? 0.66. അപ്പോൾ പുട്ട് കോൾ റേഷ്യോ പ്രകാരം 1 ആൻഡ് എബോവ് കൂടുതൽ ആളുകൾ പുട്ട് സെല്ല് ചെയ്തിട്ടുണ്ട്. അതൊരു ബുള്ളിഷ്നെസ്സിനെ സൂചിപ്പിക്കുന്നു. 1 താഴേക്ക്, അതായത് 0.9 ആൻഡ് ബിലോ ബെയറിഷ്നെസ്സിനെ സൂചിപ്പിക്കുന്നു. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. പുട്ട് കോൾ റേഷ്യോ 1 ആൻഡ് എബോവ് ബുള്ളിഷ്നെസ്സിനെ സൂചിപ്പിക്കുന്നു. 1 ആൻഡ് ബിലോ, അത് 0.9 ആൻഡ് ബിലോ കൂട്ടിക്കോ, 0.9 ആൻഡ് ബിലോ ബെയറിഷ്നെസ്സിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് അർത്ഥമാക്കുന്നത് മേജർ സപ്പോർട്ട് സോണാണ്. ഇതെല്ലാം തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നിഫ്റ്റി ഇടിയുമ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇതെല്ലാം തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. നിഫ്റ്റി മുകളിലേക്ക് കയറുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുള്ളത് സപ്പോർട്ട് സോണുകൾ നിഫ്റ്റിയുടെ ഏതൊക്കെയാണെന്ന് OI പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കും. റെസിസ്റ്റൻസ് സോണുകൾ എങ്ങനെയാണെന്ന് OI പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കും. PCR എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ട്. വീഡിയോ മനസ്സിലായിട്ടില്ലെങ്കിൽ 1-2 തവണ കാണുക എന്നുള്ളതാണ് ഒരു വഴി. ഓപ്ഷൻ അത്രയധികം സിമ്പിളല്ല, പഠിക്കാനുണ്ട് ഒരുപാട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പഠന വിഷയമാക്കുന്നതും. താങ്ക് യു ഓൾ.